ഈ ഇത്രയും കാലം ഈ 2026 ഞാൻ വനിതാ ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം ഇന്ന് ഇവിടെ വെച്ച് വിത്ത് എഫക്റ്റീവ് ഒഴിയുകയാണ്. ഇപ്പോൾ പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥി ഒരു 5 കൊല്ലം കോർപ്പറേഷനിൽ നിന്നിട്ട് അവർ തെളിയിച്ച് കാണിക്കട്ടെ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ. അങ്ങനെ തലമുറ മാറ്റം വേണമെന്നുണ്ടെങ്കിൽ അഫീഫ, ഒരുപാട് റുമൈസ, ഒരുപാട് കുട്ടികളുണ്ട്. ആ സ്ഥാനാർത്ഥിക്ക് കുഴപ്പം എന്തെന്ന് വെച്ചാൽ അവർ കുറ്റിച്ചിറയിലെ കൗൺസിലറാണ്. അത്രക്കും ലീഗിലോ യുവാക്കളിലോ യുവതികളിലോ എണ്ണം കുറവുണ്ടോ? ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അയോഗ്യതയായി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഹരിത എന്ന വിവാദം സൃഷ്ടിച്ചവരാണ്. അതെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മൂല്യങ്ങളില്ലേ. ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ പാണക്കാട് കുടുംബങ്ങളെ ഇത്ര അധികം മോശമായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തോട് ഞങ്ങൾക്ക് മനസ്സുകൊണ്ട് യോജിക്കാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ സമ്മതിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഇത്രയും കാലം ഈ 2026 ഞാൻ വനിതാ ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം ഇന്ന് ഇവിടെ വെച്ച് വിത്ത് എഫക്റ്റീവ് ഒഴിയുകയാണ്. എന്നിൽ അർപ്പിച്ച എല്ലാ ദൗത്യങ്ങളും അതിമനോഹരമായി നിർവഹിച്ചു. കാരണം സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടി എന്നോട് പറഞ്ഞത് ഞങ്ങൾ വിന്നബിലിറ്റി സീറ്റാണ് നോക്കുന്നതെന്ന്. വിന്നബിലിറ്റി എന്താണ്? സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണങ്ങളാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്കറിയാം 2 ദുരന്തങ്ങളാണ്. ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ രണ്ടാമത് വന്നൊരു ദുരന്തം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ ബൈഡൻ ആയിരുന്നെങ്കിൽ ആ ബൈഡനെ ബുദ്ധിയില്ലാന്നും മറ്റും പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഓളങ്ങളിലൂടെ സൃഷ്ടിച്ചുകൊണ്ട് കമലാ ഹാരിസിനെ പുറത്തിറക്കി ട്രംപ് അധികാരത്തിലേറി വന്നു. ആ ട്രംപിനെ കൊണ്ട് ഇന്ന് അമേരിക്കയും ബുദ്ധിമുട്ടാ, ലോകരാജ്യങ്ങൾ മുഴുവൻ ബുദ്ധിമുട്ടാ. നമ്മുടെ കൊച്ചു കേരളത്തിലൊരു സമൂഹ മാധ്യമങ്ങളിലൂടെ വിജയിച്ചു വന്നൊരു MLA ഉണ്ട് നമുക്ക് പാലക്കാട്. ആ MLA നിർത്തുമ്പോഴും ഇതേപോലെ തന്നെ നിർത്തരുത് എന്ന് പാർട്ടിക്കകത്ത് അതിശക്തമായിട്ട് പറഞ്ഞിരുന്നു. പക്ഷെ എന്താ, സമൂഹ മാധ്യമങ്ങളിലെ താരങ്ങളാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അവർക്ക് സഞ്ചരിക്കുന്നത്. അതിലൂടെ വിജയം കരിക്കാം. പക്ഷെ ആ MLA വിജയിച്ചു വന്നിട്ട് കേരളത്തിലെ സ്ഥിതി എന്താണുള്ളത്? കേരളത്തിലെ സ്ഥിതി ഒരുപാട് സ്ത്രീകളുടെ കണ്ണീര് കുടിക്കേണ്ടി വന്നു. ഇല്ല, പാർട്ടി ഇവിടെ ഇല്ലല്ലോ. പാർട്ടി എനിക്കല്ലേ, എനിക്ക് ഏത് പാർട്ടിയിലും പിന്നെ നൂർബിന റഷീദ് സാധാരണ രാഷ്ട്രീയക്കാരിയല്ല. വനിതാ ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി സ്ഥാനം ഞാനിത് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ നേതൃത്വത്തിന് മെയിൽ ചെയ്യുന്നത്. സംസ്ഥാന കമ്മിറ്റി ഇല്ല, അത് 2018 ഞാൻ ഒഴിഞ്ഞിരുന്നു. ദേശീയ കമ്മിറ്റി അതില്ല. ഞങ്ങൾ വെറും ക്ഷണിതാക്കൾ മാത്രമാണ്. അത് ഈ പാർട്ടി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സെക്രട്ടേറിയറ്റ് എന്ന് പറയും, ഇടയ്ക്ക് ക്ഷണിതാക്കൾ എന്ന് പറയും. എന്താണെന്ന് അവർ തീരുമാനിക്കട്ടെ. ലീഗ് മെമ്പർഷിപ്പ് എൻ്റെ ഈ കൊല്ലത്ത് അവർ തരാൻ നിഷേധിക്കുമെന്ന് എനിക്കറിയില്ല. 2022 മെമ്പർഷിപ്പ് എൻ്റെ കയ്യിലുണ്ട്, അത് തുടരും. നാളത്തെ സ്ഥിതി ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ലീഗായിരിക്കും. കാരണം വെച്ചാൽ അതുകൊണ്ട് തന്നെയാണ് നാളെ എന്നുള്ള വിശ്വാസത്തിലല്ല ഞാൻ ഇത്രയും കാലം ജീവിച്ചത്, ഇന്നുകളിലാണ് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാൻ നാളെ ഇല്ലെങ്കിലോ, അതുകൊണ്ട് ഇന്നുകളിൽ ഞാൻ പറയുന്നു. ചോദിക്കാം. അല്ല, ജനങ്ങളാണ്, ജനാധിപത്യത്തിൽ ജനങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. അല്ല, സോഷ്യൽ മീഡിയ പ്രളയങ്ങളല്ല. വനിതാ എന്നല്ല, ഏത് സ്ഥാനാർത്ഥികളും നിയമസഭയിലേക്കാണ് പോകുന്നത്. നിയമസഭയിൽ പോകുമ്പോൾ പ്രദേശത്തിൻ്റെ വികസനം, ജനങ്ങളുടെ ക്ഷേമം, മറ്റു കാര്യങ്ങൾ. ഇപ്പോൾ പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥി ഒരു 5 കൊല്ലം കോർപ്പറേഷനിൽ നിന്നിട്ട് അവർ തെളിയിച്ച് കാണിക്കട്ടെ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ. അങ്ങനെ തലമുറ മാറ്റം വേണമെന്നുണ്ടെങ്കിൽ അഫീഫ, ഒരുപാട് റുമൈസ, ഒരുപാട് കുട്ടികളുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ജില്ലാ ഡിവിഷനിൽ കടലുണ്ടിയിൽ ആ സ്ഥാനാർത്ഥിക്ക് അല്ല, വ്യക്തി എന്ന് പറയുന്നത് ആ സ്ഥാനാർത്ഥിക്ക് കുഴപ്പം എന്തെന്ന് വെച്ചാൽ അവർ കുറ്റിച്ചിറയിലെ കൗൺസിലറാണ്. അത്രക്കും ലീഗിലോ യുവാക്കളിലോ യുവതികളിലോ എണ്ണം കുറവുണ്ടോ? അവർക്കെതിരെ പ്രശ്നത്തിൻ്റെതല്ല പ്രശ്നം. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അയോഗ്യതയായി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഹരിത എന്ന വിവാദം സൃഷ്ടിച്ചവരാണ്.
അതെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മൂല്യങ്ങളില്ലേ. ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ പാണക്കാട് കുടുംബങ്ങളെ ഇത്ര അധികം മോശമായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തോട് ഞങ്ങൾക്ക് മനസ്സുകൊണ്ട് യോജിക്കാൻ പറ്റില്ല. അതെ, അതുകൊണ്ടാണ് ഞങ്ങളെ വിയോജിപ്പ് പറയുന്നത്. ഞങ്ങൾ കൊടുക്കരുത് എന്ന് ആദ്യമേ ഞങ്ങളുടെ വിയോജിപ്പ് പറഞ്ഞിരുന്നു. എന്നുവെച്ചാൽ തങ്ങന്മാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. ഞങ്ങൾ ആ പാണക്കാട് കുടുംബത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവരാണ്. ലോകത്താരും തങ്ങന്മാർക്കെതിരെ സംസാരിച്ചിട്ടില്ല. പാർട്ടി സാദിഖ് അലി തങ്ങളെ 4ാം ഖലീഫ എന്ന് വിളിച്ചത്. നിങ്ങൾക്ക് ഇന്ന് വിരലിട്ടാൽ അതൊക്കെ കിടകിടന്ന് പറഞ്ഞ് വരും. പഴയ കാലമല്ല, പ്രിന്റ് മീഡിയ ആണെങ്കിൽ നമുക്ക് നിഷേധിക്കാം. ആർക്കാണ് PK നവാസിനെതിരെ അല്ല, തങ്ങളെയും തങ്ങളെ 4ാം ഖലീഫ എന്നാ വിളിച്ചത്. അപ്പം 4ാം ഖലീഫനെയും മോശമാക്കി പറഞ്ഞു, തങ്ങളെയും മോശമാക്കി പറഞ്ഞു. എന്നാൽ അതിൽ ഉറച്ചു നിൽക്കണ്ടേ? ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി ഏതറ്റം വരെയും ആ പരാതിയുമായി കേസ് നടത്തി മുന്നോട്ട് പോകണ്ടേ? ഭീഷണിപ്പെടുത്താന്നല്ല. കാരണം ഞാൻ പറയാം, കുനാൽ സാഹിബ് നേരെ ചൊവ്വയിൽ പറഞ്ഞു, ജോണി ചോദിച്ചപ്പം പറഞ്ഞു ഹരിതയുടെ കുട്ടികളെ കൊടുക്കുമെന്ന്. അപ്പം പറഞ്ഞു ഇല്ല, അവരെയൊക്കെ ഓരോ സ്ഥലത്ത് ഇരുത്തിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ മീഡിയ ചാനലിലുള്ള ലൈവല്ല, അവിടെ ഉണ്ട് ജോണിയുടെ. അത് കഴിഞ്ഞ് ഞാൻ പല പ്രാവശ്യം കുനാൽ സാഹിബിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ തഹലിയക്ക് കൊടുക്കുന്ന ഇല്ല തഹലിയ വരില്ല. പല പ്രാവശ്യം മലപ്പുറം ജില്ലയിലുള്ള പലരും എനിക്ക് ഫോട്ടോസ് ഇട്ട് വന്നു. നൂർബിൻത, ഇവർ നോക്കിയ ഡെയിലി പാണക്കാടും അവിടെ എത്തുന്നുണ്ട്, നിങ്ങളിങ്ങനെ മിണ്ടാണ്ടിരുന്നാൽ പറ്റുമോ? ഞാൻ കുനാൽ സാഹിബിനോട് ചോദിച്ചു, വനിതാ ലീഗ് അവിടെ വന്ന് ഇന്ന് വരെ സ്ഥാനാർത്ഥി നിർണയ വേളയിലോ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലോ ഒരു വനിതകൾ പോലും പാണക്കാടോ നേതാക്കന്മാരുടെ വീടുകളിലോ പോയി പറയാറില്ല. അത് പിന്നെ സമ്മർദ്ദം തന്നെയല്ലേ? ഭീഷണി എന്നല്ല പറയുന്നത്, അതെനിക്കറിയില്ല. ഭീഷണി അവരാണ് ഉയർത്തിയിരുന്നത് അന്ന് അവർ ഹരിത വിവാദത്തിൽ അവരെന്തൊക്കെ ഭീഷണിയായിരുന്നു പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ ഉയർത്തിയത്. ലത്തീഫ് തുറയൂറിൻ്റെ അങ്ങനെ പോകാറില്ല. പോയാൽ തെറ്റില്ല, ദിവസം പോകേണ്ട ആവശ്യമില്ല എന്ന് കുനാൽ സാഹിബ് എന്നോട് പറഞ്ഞു. അതെ, തെറ്റില്ല, പോയിക്കോട്ടെ. അതേ, ഇത് നമുക്കും അവസരം തരണം എന്നാ പറയുന്നത്. ഉപയോഗിക്കാന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ, ഞങ്ങൾ 90കൾ മുതൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അല്ല, അങ്ങനെ നമ്മുടെ പാർട്ടിയിലില്ല, മൂല്യങ്ങളിലില്ല. തിരിച്ചെടുത്ത ഞങ്ങൾക്ക് തന്നെ അറിയുന്നില്ല. ഞങ്ങൾ ചോദിച്ചു, അതല്ലേ ഞങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? വേണ്ട, വനിതാ ലീഗിനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ നിർത്തുന്നത്.